ഓം ശാന്തി. 16/2/25 പ്രഭാതമുരളി. അവ്യക്ത ബാബ്ദാദ റിവൈസ് 2/2/2004 മധുബൻ. പൂർവികന്റെയും പൂജ്യന്റെയും സ്വമാനത്തിലിരുന്ന് വിശ്വത്തിലെ ഓരോ ആത്മാവിന്റെയും പാലനം ചെയ്യൂ. ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. ഇന്ന് 4 ഭാഗത്തുമുള്ള സർവശ്രേഷ്ഠ കുട്ടികളെ നോക്കുകയാണ്. ഓരോ കുട്ടിയും പൂർവികനുമാണ്, പൂജ്യനുമാണ്. അതിനാൽ താങ്കൾ ഏവരും ഈ കൽപ്പവൃക്ഷത്തിൻ്റെ വേരാണ്, തായ്തടിയുമാണ്. തായ്തടിയുടെ കണക്ഷൻ മുഴുവൻ വൃക്ഷത്തിലെയും ശാഖോപശാഖകളുമായി, ഇലകളുമായി സ്വതവേ തന്നെ ഉണ്ടായിരിക്കുന്നു. അപ്പോൾ എല്ലാവരും സ്വയം ഇങ്ങനെയുള്ള ശ്രേഷ്ഠ ആത്മാവായി മുഴുവൻ വൃക്ഷത്തിൻ്റെയും പൂർവികനായി മനസ്സിലാക്കുന്നുണ്ടോ? ബ്രഹ്മാവിനെ ഗ്രേറ്റ് ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദർ എന്ന് പറയുന്നത് പോലെ ആ ഒന്നിൻ്റെ സഹചാരികളായ താങ്കളും മാസ്റ്റർ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ്. പൂർവിക ആത്മാക്കൾക്ക് എത്ര സ്വമാനമാണുള്ളത്? ആ ലഹരിയിൽ ഇരിക്കുന്നുണ്ടോ? മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കളിൽ വച്ച്, അത് ഏതൊരു ധർമ്മത്തിലെ ആത്മാക്കളായാലും ശരി, താങ്കൾ തായ്തടിയുടെ രൂപത്തിൽ സർവ ആത്മാക്കളുടെയും ആധാരമൂർത്തിയായ പൂർവികരാണ്. അതിനാൽ പൂർവികർ ആയത് കാരണം പൂജ്യരുമാണ്. പൂർവികരിലൂടെ ഓരോ ആത്മാവിനും സകാശ് സ്വതവേ തന്നെ ലഭിച്ചുകൊണ്ടിരിക്കുന്നു. വൃക്ഷത്തെ നോക്കൂ. തായ്തടിയിലൂടെയും വേരിലൂടെയും ലാസ്റ്റിലുള്ള ഇലയ്ക്ക് പോലും സകാശ് ലഭിച്ചുകൊണ്ടിരിക്കുന്നു. പൂർവികരുടെ കാര്യം എന്താണ്? പൂർവികരുടെ കാര്യമാണ് സർവരുടെയും പാലനം ചെയ്യുക എന്നത്. ലൗകികത്തിലും നോക്കൂ. പൂർവികരിലൂടെ തന്നെയാണ് ശാരീരിക ശക്തിയുടെ പാലന ആയാലും സ്ഥൂല ഭോജനത്തിലൂടെയോ പഠനത്തിലൂടെയോ ശക്തി നിറയ്ക്കുന്നതിൻ്റെ പാലന ഉണ്ടാകുന്നത്. അപ്പോൾ പൂർവിക ആത്മാക്കളായ താങ്കൾ ബാബയിലൂടെ ലഭിച്ച ശക്തികളിലൂടെ സർവ ആത്മാക്കളുടെയും പാലനം ചെയ്യണം. ഇന്നത്തെ സമയമനുസരിച്ച് സർവ ആത്മാക്കൾക്കും ശക്തികളിലൂടെ പാലനയുടെ ആവശ്യകതയുണ്ട്. ഈ കാലത്ത് ആത്മാക്കളിൽ അശാന്തിയുടെയും ദുഃഖത്തിൻ്റെയും അലകൾ വീണിരിക്കുകയാണ് എന്ന് അറിയുന്നുണ്ട്. അപ്പോൾ പൂർവികരും പൂജ്യരുമായ നിങ്ങൾ ആത്മാക്കൾക്ക് തൻ്റെ വംശാവലിയുടെ മേൽ ദയ വരുന്നുണ്ടോ? ഏതുപോലെ വിശേഷിച്ച് ഏതെങ്കിലും അശാന്തിയുടെ വായുമണ്ഡലം ഉണ്ടാകുമ്പോൾ വിശേഷ രൂപത്തിൽ മിലിറ്ററിയോ പോലീസോ അലേർട്ടാകുന്നു. ഇതേപോലെ തന്നെ ഇക്കാലത്തെ അന്തരീക്ഷത്തിൽ പൂർവികരായ താങ്കളും വിശേഷ സേവനാർത്ഥം സ്വയം നിമിത്തമാണ് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ? മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി നിമിത്തമാണ് എന്ന സ്മൃതി നിലനിൽക്കുന്നുണ്ടോ? മുഴുവൻ വിശ്വത്തിലെ ആത്മാക്കൾക്ക് ഇന്ന് താങ്കളുടെ സകാശിൻ്റെ ആവശ്യകതയുണ്ട്. ഇങ്ങനെ പരിധിയില്ലാത്ത വിശ്വത്തിലെ പൂർവിക ആത്മാവാണ് എന്ന് സ്വയം അനുഭവിക്കുന്നുണ്ടോ? വിശ്വത്തിൻ്റെ സേവനം ഓർമ്മ വരുന്നുണ്ടോ? അതോ തൻ്റെ സെൻറ്റേഴ്സിൻ്റെ സേവനമാണോ ഓർമ്മ വരുന്നത്? ഇന്ന് ആത്മാക്കൾ പൂർവികരും ദേവ ആത്മാക്കളുമായ താങ്കളെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഓരോരുത്തരും അവരവരുടെ ഭിന്ന ഭിന്ന ദേവിമാരെയോ ദേവതമാരെയോ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വരൂ, ക്ഷമിക്കൂ, കൃപ കാണിക്കൂ. അപ്പോൾ ഭക്തരുടെ ശബ്ദം കേൾക്കാൻ കഴിയുന്നുണ്ടോ? കേൾക്കപ്പെടുന്നുണ്ടോ അതോ ഇല്ലയോ? ഏതൊരു ധർമ്മത്തിലെ ആത്മാക്കളായാലും അവരുമായി കണ്ടുമുട്ടുമ്പോൾ സ്വയം സർവ ആത്മാക്കളുടെയും പൂർവികനാണ് എന്ന് മനസ്സിലാക്കിയാണോ കണ്ടുമുട്ടുന്നത്? ഇവരും പൂർവികരായ നമ്മുടെ തന്നെ ശാഖോപശാഖകളാണ് എന്ന അനുഭവം ഉണ്ടാകുന്നുണ്ടോ? ഇവർക്കും സകാശ് നൽകുന്നവർ പൂർവികരായ താങ്കളാണ്. തൻ്റെ കൽപ്പവൃക്ഷത്തിൻ്റെ ചിത്രം മുന്നിൽ കൊണ്ടുവരൂ. സ്വയം നോക്കൂ, താങ്കളുടെ സ്ഥാനം എവിടെയാണ്?
വേരിലും താങ്കളാണ്, തായ്തടിയിലും താങ്കളാണ്. അതിനോടൊപ്പം പരംധാമത്തിലും നോക്കൂ. പൂർവിക ആത്മാക്കളായ താങ്കളുടെ സ്ഥാനം ബാബയോടൊപ്പം സമീപത്താണ്. അറിയുന്നുണ്ടല്ലോ. ഈ ലഹരിയോടെ ഏതെങ്കിലും ആത്മാവുമായി കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ ഓരോ ധർമ്മത്തിലുള്ള ആത്മാവും താങ്കളെ ഇവർ നമ്മുടേതാണ്, തൻ്റേതാണ് എന്ന ദൃഷ്ടിയോടെയായിരിക്കും നോക്കുന്നത്. അഥവാ ആ പൂർവികനാണ് എന്ന ലഹരിയിലൂടെ, സ്മൃതിയിലൂടെ, വൃത്തിയിലൂടെ, ദൃഷ്ടിയിലൂടെ കൂടിക്കാഴ്ച നടത്തുകയാണെങ്കിൽ അവർക്കും സ്വന്തമാണ് എന്ന അനുഭവം ഉണ്ടാകുന്നു. കാരണം താങ്കൾ സർവരുടെയും പൂർവികരാണ്, സർവരുടേതുമാണ്. ഇങ്ങനെയുള്ള സ്മൃതിയിലൂടെ സേവനം ചെയ്യുന്നതിലൂടെ ഓരോ ആത്മാവിനും ഇങ്ങനെ അനുഭവപ്പെടും, ഇവർ നമ്മുടെ തന്നെ പൂർവികരാണ് അഥവാ ഇഷ്ടരാണ്, വീണ്ടും നമുക്ക് ലഭിച്ചിരിക്കുകയാണ് എന്ന്. പിന്നെ പൂജ്യരാണ് എന്നതും നോക്കൂ. എത്ര വലിയ പൂജയാണ്! ഒരു ധർമാത്മാവിനും മഹാത്മാവിനും ഇങ്ങനെ ദേവീദേവന്മാരായ താങ്കൾക്ക് സമാനം വിധിപൂർവം പൂജ ഉണ്ടാകുന്നില്ല. പൂജ്യരാണ്, എന്നാൽ നിങ്ങളെപ്പോലെ വിധിപൂർവം പൂജ നടക്കുന്നില്ല. മഹിമയും നോക്കൂ. എത്ര വിധിപൂർവം കീർത്തനം പാടുന്നു, ആരതി നടത്തുന്നു. ഇങ്ങനെയുള്ള പൂജ്യർ പൂർവികരായ താങ്കൾ തന്നെയാണ് ആകുന്നത്. അപ്പോൾ സ്വയം ഇങ്ങനെ മനസ്സിലാക്കുന്നുണ്ടോ? ഇങ്ങനെയുള്ള ലഹരി ഉണ്ടോ? ഉണ്ടോ ലഹരി? നമ്മൾ പൂർവികരായ ആത്മാക്കളാണ്. ഈ ലഹരിയുണ്ട്, ഈ സ്മൃതിയുണ്ട് എന്ന് ആര് മനസ്സിലാക്കുന്നുവോ അവർ കൈ ഉയർത്തൂ. നിലനിൽക്കുന്നുണ്ടോ? ശരി, നിലനിൽക്കുന്നുണ്ട് എന്നുള്ളവർ കൈ ഉയർത്തൂ. വളരെ നല്ലത്. ഇപ്പോൾ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതാണ്? സദാ നിലനിൽക്കുന്നുണ്ടോ? ബാപ്ദാദ എല്ലാ കുട്ടികളെയും ഓരോ പ്രാപ്തിയിലും അവിനാശിയായി കാണുവാൻ ആഗ്രഹിക്കുന്നു, ഇടയ്ക്കിടയ്ക്കല്ല. എന്തുകൊണ്ട്? ഉത്തരം വളരെ കൗശലപൂർവം നൽകുന്നു. എന്താണ് പറയുന്നത്? നിലനിൽക്കുന്നുണ്ട്, നന്നായി നിലനിൽക്കുന്നുണ്ട്. പിന്നെ മെല്ലെ പറയുന്നു, ഒരൽപ്പം ഇടയ്ക്കിടയ്ക്ക് എന്നായി പോകുന്നു. നോക്കൂ, ബാബയും അവിനാശിയാണ്, ആത്മാക്കളായ താങ്കളും അവിനാശിയാണല്ലോ, പ്രാപ്തികളും അവിനാശിയാണ്. ജ്ഞാനം അവിനാശിയായ ഒന്നിലൂടെയുള്ള അവിനാശി ജ്ഞാനമാണ്. അപ്പോൾ ധാരണയും എന്തായിരിക്കണം? അവിനാശിയായിരിക്കണമോ അതോ ഇടയ്ക്കിടയ്ക്കോ? ബാപ്ദാദ ഇപ്പോൾ എല്ലാ കുട്ടികളെയും സമയത്തിൻ്റെ സർക്കംസ്റ്റൻസസ് അനുസരിച്ച് പരിധിയില്ലാത്ത സേവനത്തിൽ സദാ ബിസിയായി കാണുവാൻ ആഗ്രഹിക്കുന്നു. കാരണം സേവനത്തിൽ ബിസിയായിരിക്കുന്നത് കാരണം അനേകം പ്രകാരത്തിലുള്ള ചഞ്ചലതയിൽ നിന്നും രക്ഷപ്പെടുന്നു. എന്നാൽ എപ്പോഴെല്ലാം സേവനം ചെയ്യുന്നുവോ അപ്പോൾ പ്ലാൻ ഉണ്ടാക്കുന്നു, പ്ലാൻ അനുസരിച്ച് പ്രാക്ടിക്കലിലും വരുന്നു, സഫലതയും പ്രാപ്തമാക്കുന്നു. എന്നാൽ ബാപ്ദാദ ആഗ്രഹിക്കുന്നത് ഇതാണ്: ഒരേ സമയത്ത് 3 സേവനവും ഒരുമിച്ചുണ്ടാകണം. കേവലം വാച മാത്രം പോരാ, മനസ്സായും ഉണ്ടാകണം, വാചായും ഉണ്ടായിരിക്കണം. കർമ്മണ, അതായത് സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും സേവനം ഉണ്ടാകണം. സേവനത്തിൻ്റെ ഭാവവും സേവനത്തിൻ്റെ ഭാവനയും ഉണ്ടായിരിക്കണം. ഈ സമയത്ത് വാച സേവനത്തിൻ്റെ പെർസെൻറ്റേജ് കൂടുതലാണ്. മനസ്സ ഉണ്ട്, എന്നാൽ വാചയുടെ പെർസെൻറ്റേജാണ് കൂടുതൽ. ഒരേ സമയത്ത് 3 സേവനവും ഒരുമിച്ച് നടക്കുന്നതിലൂടെ സേവനത്തിൽ സഫലത ഇനിയും കൂടുതൽ ഉണ്ടാകും. ബാപ്ദാദ സമാചാരം കേട്ടു. ഈ ഗ്രൂപ്പിലും ഭിന്ന ഭിന്ന വിഭാഗത്തിലുള്ളവർ വന്നിരിക്കുകയാണ്. സേവനത്തിൻ്റെ നല്ല പ്ലാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്, നന്നായി ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്നാൽ 3 സേവനവും ഒരുമിച്ചുണ്ടാകുന്നതിലൂടെ സേവനത്തിൻ്റെ സ്പീഡും അഭിവൃദ്ധിയും പ്രാപ്തമാകും. 4 ഭാഗത്തുമുള്ള എല്ലാ കുട്ടികളും എത്തിച്ചേർന്നിരിക്കുകയാണ്. ഇത് കണ്ട് ബാപ്ദാദയ്ക്കും സന്തോഷമുണ്ടാകുന്നു. പുതിയ പുതിയ കുട്ടികൾ
ഉന്മേഷത്തോടെ ഉത്സാഹത്തോടെ എത്തിച്ചേരുന്നു. ഇപ്പോൾ ബാപ്ദാദ എല്ലാ കുട്ടികളെയും സദാ നിർവിഘ്ന സ്വരൂപത്തിൽ കാണുവാൻ ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ട്? എപ്പോഴാണോ നിമിത്തമായ താങ്കൾ നിർവിഘ്ന സ്ഥിതിയിൽ സ്ഥിതി ചെയ്യുന്നത്, അപ്പോഴാണ് വിശ്വത്തിലെ ആത്മാക്കളെ സർവ സമസ്യകളിൽ നിന്നും നിർവിഘ്നമാക്കുവാൻ സാധിക്കുന്നത്. ഇതിനുവേണ്ടി വിശേഷിച്ച 2 കാര്യങ്ങളുടെ മേൽ അണ്ടർലൈൻ ചെയ്യൂ. ചെയ്യുന്നുമുണ്ട്, എന്നാൽ ഇനിയും അണ്ടർലൈൻ ചെയ്യൂ. ഒന്നാമതായി, ഓരോ ആത്മാവിനെയും തൻ്റെ ആത്മീയ ദൃഷ്ടിയോടെ നോക്കൂ. ആത്മാവിൻ്റെ ഒറിജിനൽ സംസ്കാരത്തിൻ്റെ സ്വരൂപത്തിൽ നോക്കൂ. എങ്ങനെയുള്ള സംസ്കാരമുള്ള ആത്മാവായിരുന്നാലും ശരി, ഓരോ ആത്മാവിനെയും പ്രതിയുള്ള ശുഭഭാവനയ്ക്ക്, ശുഭകാമനയ്ക്ക്, പരിവർത്തനത്തിൻ്റെ ശ്രേഷ്ഠ ഭാവനയ്ക്ക് അവരുടെ സംസ്കാരത്തെ അല്പസമയത്തേക്ക് പരിവർത്തനപ്പെടുത്തുവാൻ സാധിക്കും. ആത്മീയ ഭാവം എമർജ് ചെയ്യൂ. ഏതുപോലെ തുടക്കത്തിൽ കണ്ടിട്ടുണ്ട്, സംഘടനയിലിരിക്കുമ്പോൾ ആത്മീയ ദൃഷ്ടിയിലൂടെ, ആത്മീയ വൃത്തിയിലൂടെ ആത്മാവ് ആത്മാവുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്, സംസാരിക്കുകയാണ്. ഈ ദൃഷ്ടിയിലൂടെ ഫൗണ്ടേഷൻ എത്ര ഉറച്ചതായി! ഇപ്പോൾ സേവനത്തിൻ്റെ വിസ്താരത്തിൻ്റെ സംബന്ധത്തിൽ ആത്മീയ ഭാവത്തോടെ നടക്കുന്നതും സംസാരിക്കുന്നതും സമ്പർക്കത്തിൽ വരുന്നതും മെർജായിപ്പോയി. ഇല്ലാതായിട്ടില്ല, എന്നാൽ മെർജായിപ്പോയി. ആത്മീയ സ്വമാനം ആത്മാവിന് സഹജമായി സഫലത നേടിത്തരുന്നു. കാരണം വന്ന് ഒത്തുചേർന്നിരിക്കുന്ന നിങ്ങളെല്ലാവരും ആരാണ്? കഴിഞ്ഞ കൽപ്പത്തിലെ അതേ ദേവാത്മാക്കളാണ്, ബ്രാഹ്മണ ആത്മാക്കളാണ് ഒത്തുകൂടിയിരിക്കുന്നത്. ബ്രാഹ്മണ ആത്മാവിൻ്റെ രൂപത്തിലും എല്ലാവരും ശ്രേഷ്ഠ ആത്മാക്കളാണ്. ദേവാത്മാക്കളുടെ കണക്കനുസരിച്ചും ശ്രേഷ്ഠ ആത്മാക്കളാണ്. ആ സ്വരൂപത്തിൽ സംബന്ധ സമ്പർക്കത്തിൽ വരൂ. ഈ സമയത്ത് ചെക്ക് ചെയ്യൂ. ദേവാത്മാവും ബ്രാഹ്മണ ആത്മാവുമായ എൻ്റെ ശ്രേഷ്ഠ കർത്തവ്യവും ശ്രേഷ്ഠ സേവനവും എന്താണ്? ആശീർവാദങ്ങൾ നൽകുക, ആശീർവാദങ്ങൾ നേടുക. താങ്കളുടെ ജഡചിത്രം എന്ത് സേവനമാണ് ചെയ്യുന്നത്? എങ്ങനെയുള്ള ആത്മാവായിരുന്നാലും ആശീർവാദങ്ങൾ എടുത്തുകൊണ്ട് പോകുന്നു, ആശീർവാദങ്ങൾ എടുത്തുകൊണ്ട് വരുന്നു. അഥവാ പുരുഷാർത്ഥത്തിൽ എന്തെങ്കിലും പ്രയത്നമുള്ളതായി മനസ്സിലാക്കുന്നുവെങ്കിൽ ഏറ്റവും സഹജ പുരുഷാർത്ഥം ഇതാണ്: മുഴുവൻ ദിവസവും ദൃഷ്ടി, വൃത്തി, വാക്ക്, ഭാവന എല്ലാത്തിലൂടെയും ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. താങ്കളുടെ ടൈറ്റിലും വരദാനവും തന്നെ മഹാദാനി എന്നാണ്. സേവനം ചെയ്യുമ്പോഴും കാര്യത്തിൽ സംബന്ധ സമ്പർക്കത്തിൽ വരുമ്പോഴും കേവലം ഈ ഒരു കാര്യം ചെയ്യൂ: ആശീർവാദങ്ങൾ നൽകൂ, ആശീർവാദങ്ങൾ നേടൂ. ഇത് പ്രയാസമാണോ അതോ സഹജമാണോ? ആരാണോ സഹജമാണ് എന്ന് മനസ്സിലാക്കുന്നത് അവർ കൈ ഉയർത്തൂ. ആരെങ്കിലും താങ്കളുടെ ഓപ്പോസിഷൻ ചെയ്താലോ? എങ്കിലും ആശീർവാദങ്ങൾ നൽകുമോ? ഇത്രയും ആശീർവാദങ്ങളുടെ സ്റ്റോക്ക് താങ്കളുടെ പക്കലുണ്ടോ? ഓപ്പോസിഷൻ ഉണ്ടാകും. കാരണം ഓപ്പോസിഷൻ തന്നെയാണ് പൊസിഷനിലേക്ക് എത്തിക്കുന്നത്. നോക്കൂ, ഏറ്റവും കൂടുതൽ ഓപ്പോസിഷൻ ബ്രഹ്മബാബയ്ക്കാണ് ഉണ്ടായില്ലേ? നമ്പർ 1 പൊസിഷൻ നേടിയത് ആരാണ്? ബ്രഹ്മാവാണല്ലോ നേടിയത്. എന്തും ഉണ്ടായിക്കൊള്ളട്ടെ, എന്നാൽ എനിക്ക് ബ്രഹ്മബാബയ്ക്ക് സമാനം ആശീർവാദങ്ങൾ നൽകണം. ബ്രഹ്മബാബയുടെ മുന്നിൽ വ്യർത്ഥം പറയുന്നവരും വ്യർത്ഥം ചെയ്യുന്നവരും ഇല്ലായിരുന്നോ? എന്നാൽ ബ്രഹ്മബാബ ആശീർവാദങ്ങൾ നൽകി, ആശീർവാദങ്ങൾ നേടി. ഉൾക്കൊള്ളാനുള്ള ശക്തി വച്ചു. കുട്ടിയാണ്, മാറിക്കൊള്ളും. അതേപോലെ തന്നെ താങ്കളും ഇതേ വൃത്തിയും ദൃഷ്ടിയും വയ്ക്കൂ. ഇത് കഴിഞ്ഞ കൽപ്പത്തിലുള്ള നമ്മുടെ തന്നെ പരിവാരത്തിലേതാണ്, ബ്രാഹ്മണ പരിവാരത്തിലേതാണ്. എനിക്ക് പരിവർത്തനപ്പെട്ട് ഇവരെയും പരിവർത്തനപ്പെടുത്തണം. ഇവർ പരിവർത്തനപ്പെട്ടാൽ ഞാൻ പരിവർത്തനപ്പെടാം എന്നത് പാടില്ല.
എനിക്ക് പരിവർത്തനപ്പെട്ടുകൊണ്ട് പരിവർത്തനപ്പെടുത്തണം. എൻ്റെ ഉത്തരവാദിത്വമാണ്. അപ്പോൾ ആശീർവാദങ്ങൾ പുറപ്പെടും, ആശീർവാദം ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ സമയം വേഗം പരിവർത്തനത്തിൻ്റെ നേർക്ക് പോയിക്കൊണ്ടിരിക്കുന്നു, അതിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു. എന്നാൽ സമയ പരിവർത്തനത്തിന് മുമ്പേ വിശ്വപരിവർത്തകരായ ശ്രേഷ്ഠ ആത്മാക്കളായ താങ്കൾ സ്വപരിവർത്തനത്തിലൂടെ സർവരുടെയും പരിവർത്തനത്തിൻ്റെ ആധാരമൂർത്തിയാകൂ. താങ്കളും വിശ്വത്തിൻ്റെ ആധാരമൂർത്തിയും ഉദ്ധാരമൂർത്തിയുമാണ്. ഓരോ ആത്മാവും ലക്ഷ്യം വയ്ക്കൂ, എനിക്ക് നിമിത്തമാകണം. സ്വയം തന്നിൽ കേവലം 3 കാര്യങ്ങൾ സങ്കല്പത്തിൽ പോലും ഉണ്ടാകരുത്. ഇത് പരിവർത്തനപ്പെടുത്തൂ. 1. പരചിന്തനം. 2. പരദർശനം. സ്വദർശനത്തിന് പകരം പരദർശനം പാടില്ല. 3. പരമത് അല്ലെങ്കിൽ പരസംഗം, കുസംഗം. ശ്രേഷ്ഠ സംഘത്തിലിരിക്കൂ. കാരണം സംഘദോഷം വളരെയധികം നഷ്ടം ഉണ്ടാക്കുന്നു. മുൻപും ബാബ്ദാദ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒന്നാമതായി പരോപകാരിയാകൂ. ഈ 3 കാര്യങ്ങൾ കട്ട് ചെയ്യൂ. പരദർശനം, പരചിന്തനം, പരമത്, അതായത് കുസംഗം, അന്യൻ്റെ വ്യർത്ഥസംഗം. പരോപകാരിയാകൂ. അപ്പോൾ തന്നെയാണ് ആശീർവാദങ്ങൾ ലഭിക്കുന്നതും ആശീർവാദങ്ങൾ നൽകുന്നതും. ആര് എന്തും നൽകിക്കൊള്ളട്ടെ, എന്നാൽ താങ്കൾ ആശീർവാദങ്ങൾ നൽകൂ. ഇത്രയും ധൈര്യമുണ്ടോ? ഉണ്ടോ ധൈര്യം? ബാബ്ദാദ 4 ഭാഗത്തുമുള്ള സർവ സെൻറ്റേഴ്സിലുമുള്ള കുട്ടികളോട് പറയുന്നു, അഥവാ താങ്കൾ എല്ലാ കുട്ടികളും ധൈര്യം വെച്ചുവെങ്കിൽ ആര് എന്തു തന്നെ നൽകിയാലും നമുക്ക് ആശീർവാദങ്ങൾ നൽകണം. എങ്കിൽ ബാബ്ദാദ ഈ വർഷം എക്സ്ട്രാ സഹായം താങ്കൾക്ക് നൽകും. താങ്കളുടെ ധൈര്യത്തിൻ്റെയും ഉന്മേഷത്തിൻ്റെയും കാരണത്താൽ സഹായം നൽകും, എക്സ്ട്രാ സഹായം നൽകും. എന്നാൽ ആശീർവാദങ്ങൾ നൽകുകയാണെങ്കിൽ മിക്സ് ചെയ്യരുത്. ബാബ്ദാദയുടെ അടുക്കൽ മുഴുവൻ റെക്കോർഡും വരുന്നുവല്ലോ. സങ്കല്പത്തിൽ പോലും ആശീർവാദങ്ങൾക്ക് പകരം മറ്റൊന്നും ഉണ്ടാകരുത്. ധൈര്യമുണ്ടോ? ഉണ്ടെങ്കിൽ കൈ ഉയർത്തൂ. ചെയ്യേണ്ടി വരും. കേവലം കൈ ഉയർത്തിയാൽ പോരാ, ചെയ്യേണ്ടി വരും. ചെയ്യുമോ? മധുബനിലുള്ളവർ, ടീച്ചേഴ്സ് ചെയ്യുമോ? ശരി. എക്സ്ട്രാ മാർക്സ് ശേഖരിക്കുമോ? ആശംസകൾ. എന്തുകൊണ്ട്? ബാബ്ദാദയുടെ അടുക്കൽ അഡ്വാൻസ് പാർട്ടി പലതവണ വരുന്നു. അവർ പറയുന്നു, നമുക്ക് അഡ്വാൻസ് പാർട്ടിയുടെ പാർട്ട് നൽകിയിരിക്കുകയാണ്, അത് അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. എന്നാൽ നമ്മുടെ സഹചാരികൾ അഡ്വാൻസ് സ്റ്റേജ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നില്ല? ഇപ്പോൾ ഉത്തരം എന്തു നൽകും? എന്തുത്തരം നൽകും? അഡ്വാൻസ് സ്റ്റേജും അഡ്വാൻസ് പാർട്ടിയുടെ പാർട്ടും എപ്പോഴാണോ രണ്ടും ഒത്തുചേരുന്നത്, അപ്പോൾ സമാപ്തി ഉണ്ടാകും. അവർ ചോദിക്കുന്നു, അപ്പോൾ എന്തുത്തരം നൽകട്ടെ? എത്ര വർഷത്തിനുള്ളിൽ ആകും? എല്ലാം ആഘോഷിച്ചു കഴിഞ്ഞു. സിൽവർ ജൂബിലി, ഗോൾഡൻ ജൂബിലി, ഡയമണ്ട് ജൂബിലി എല്ലാം ആഘോഷിച്ചു. ഇപ്പോൾ അഡ്വാൻസ് സ്റ്റേജിൻ്റെ സെറിമണി ആഘോഷിക്കൂ. അതിൻ്റെ ഡേറ്റ് ഫിക്സ് ചെയ്യൂ. പാണ്ഡവർ പറയൂ, അതിൻ്റെ ഡേറ്റ് ഉണ്ടാകുമോ? ആദ്യത്തെ ലൈനിലുള്ളവർ പറയൂ, ഡേറ്റ് ഫിക്സ് ആകുമോ? അതോ പെട്ടെന്നുണ്ടാകുമോ? എന്തുണ്ടാകും? പെട്ടെന്നുണ്ടാകുമോ അതോ ഉണ്ടായിക്കൊള്ളും എന്നാണോ? പറയൂ, എന്തെങ്കിലും പറയൂ. ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണോ? നിർഭയനോട് ചോദിക്കുകയാണ്, സെറിമണി ഉണ്ടാകുമോ അതോ പെട്ടെന്നുണ്ടാകുമോ? താങ്കൾ ദാദിയോട് ചോദിക്കുകയാണോ? ഇദ്ദേഹം ദാദിയെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ദാദി എന്തെങ്കിലും പറയുന്നതിനു വേണ്ടി താങ്കൾ പറയൂ. രമേശിനോട് പറയുകയാണ്, പറയൂ. അദ്ദേഹം പറഞ്ഞു, ഒടുവിൽ ഇത് സംഭവിക്കുക തന്നെ വേണം. ഒടുവിൽ എപ്പോൾ? രമേശ് ഭായ് പറഞ്ഞു, അങ്ങ് ഡേറ്റ് പറയൂ, ആ ഡേറ്റിനുള്ളിൽ ചെയ്യാം. ശരി. ബാബ്ദാദ 1 വർഷത്തിൻ്റെ എക്സ്ട്രാ ഡേറ്റ് നൽകിയിരിക്കുകയാണ്. ധൈര്യത്തിലൂടെ എക്സ്ട്രാ സഹായം ലഭിക്കും.
ഇത് ചെയ്യാൻ സാധിക്കുമല്ലോ. ഇത് ചെയ്ത് കാണിക്കൂ, പിന്നെ ബാബ ഡേറ്റ് ഫിക്സ് ചെയ്യും. മുന്നിലുള്ളവർ പറഞ്ഞു, അങ്ങയുടെ ഡയറക്ഷൻ ആവശ്യമാണ്. അപ്പോൾ ഈ 2004 ഇങ്ങനെ ആഘോഷിക്കാം. അതിനർത്ഥം ഇപ്പോൾ ഇത്രയും തയ്യാറെടുപ്പ് ഉണ്ടായിട്ടില്ല എന്നാണ്. അപ്പോൾ അഡ്വാൻസ് പാർട്ടിക്ക് ഇപ്പോൾ 1 വർഷം ഇരിക്കേണ്ടി വരുമല്ലോ. നല്ലതാണ്, കാരണം ഇപ്പോൾ മുതൽ ലക്ഷ്യം വയ്ക്കും, ചെയ്യുക തന്നെ വേണം. അപ്പോൾ വളരെ കാലം എന്നത് ആഡാകും, കാരണം വളരെ കാലത്തിൻ്റെയും കണക്കുണ്ടല്ലോ. അഥവാ അന്തിമത്തിലാണ് ചെയ്യുന്നതെങ്കിൽ വളരെ കാലം എന്നതിൻ്റെ കണക്ക് ശരിയാവുകയില്ല. അതിനാൽ ഇപ്പോൾ മുതൽ അറ്റൻഷൻ പ്ലീസ്. ശരി, ഇപ്പോൾ ആത്മീയ ഡ്രിൽ ഓർമ്മയുണ്ടോ? 1 സെക്കൻഡിൽ തൻ്റെ പൂർവിക സ്റ്റേജിൽ വന്ന് പരന്ധാം നിവാസിയായ ബാബയോടൊപ്പം ലൈറ്റ് ഹൗസായി വിശ്വത്തിന് ലൈറ്റ് നൽകുവാൻ സാധിക്കുമോ? അപ്പോൾ 1 സെക്കൻഡിൽ എല്ലാ 4 ഭാഗത്തും ദേശവിദേശങ്ങളിലും കേൾക്കുകയും കാണുകയും ചെയ്യുന്നവർ ലൈറ്റ് ഹൗസായി വിശ്വത്തിൻ്റെ 4 ഭാഗത്തും സർവ ആത്മാക്കൾക്കും ലൈറ്റ് നൽകൂ, സകാശ് നൽകൂ, ശക്തികൾ നൽകൂ. ശരി, 4 ഭാഗത്തുമുള്ള വിശ്വത്തിലെ പൂർവികരും പൂജ്യരുമായ ആത്മാക്കൾക്ക് സദാ ദാതാവായി സർവർക്കും ആശീർവാദങ്ങൾ നൽകുന്ന മഹാദാനികളായ ആത്മാക്കൾക്ക് സദാ ദൃഢതയിലൂടെ സ്വപരിവർത്തനത്തിലൂടെ സർവരുടെയും പരിവർത്തനം ചെയ്യുന്ന വിശ്വപരിവർത്തകരായ ആത്മാക്കൾക്ക് സദാ ലൈറ്റ് ഹൗസായി സർവ ആത്മാക്കൾക്കും ലൈറ്റ് നൽകുന്ന സമീപ ആത്മാക്കൾക്ക് ബാബ്ദാദയുടെ സ്നേഹസ്മരണകൾ ഹൃദയത്തിൽ നിന്നുള്ള ആശീർവാദങ്ങൾ സഹിതം നമസ്തേ. ദാദിജിയോടും ദാദി ജാൻകിജിയോടും. നല്ലതാണ്, 2 ദാദിമാരും വളരെ നന്നായി പാലനം ചെയ്തുകൊണ്ടിരിക്കുന്നു. നല്ല പാലനം നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. വളരെ നല്ലത്. സേവനത്തിന് നിമിത്തമായിരിക്കുകയാണല്ലോ. താങ്കൾക്കേവർക്കും ദാദിമാരെ കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. സന്തോഷം ഉണ്ടാകുന്നുവല്ലോ. ഉത്തരവാദിത്വത്തിൻ്റെ സുഖവും ലഭിക്കുന്നുവല്ലോ. എല്ലാവരുടെയും എത്ര ആശീർവാദങ്ങൾ ലഭിക്കുന്നു. എല്ലാവർക്കും സന്തോഷമുണ്ടാകുന്നു. 2 ദാദിമാരും ബാബ് ദാദയെ ആശ്ലേഷിച്ചു. ഏതുപോലെ ഇത് കാണുമ്പോൾ സന്തോഷമുണ്ടാകുന്നു, അതേപോലെ ഇവരെ പോലെ ആകുമ്പോൾ എത്ര സന്തോഷമുണ്ടാകും. കാരണം ബാബ് ദാദ നിമിത്തമാക്കിയിരിക്കുകയാണ്. കാരണം ഏതെങ്കിലും വിശേഷതയുണ്ട്, അപ്പോൾ നിമിത്തമാക്കിയിരിക്കുകയാണ്. അതേ വിശേഷതകൾ താങ്കൾക്ക് ഓരോരുത്തർക്കും വരികയാണെങ്കിൽ എന്തുണ്ടാകും? തൻ്റെ രാജ്യം വന്നു ചേരും. ബാബ് ദാദ ഡേറ്റ് എന്ന് പറയുന്നുവല്ലോ, അത് വന്നു ചേരും. ഇപ്പോൾ ഓർമ്മയുണ്ടല്ലോ, ഡേറ്റ് ഫിക്സ് ചെയ്യണം. ഓരോരുത്തരും മനസ്സിലാക്കണം, എനിക്ക് ചെയ്യണം. അപ്പോൾ എല്ലാവരും നിമിത്തമായി മാറുകയാണെങ്കിൽ വിശ്വത്തിൻ്റെ നവനിർമ്മാണം ഉണ്ടാവുക തന്നെ ചെയ്യും. നിമിത്തഭാവം എന്നത് ഗുണങ്ങളുടെ ഖനിയാണ്. കേവലം ഓരോ സമയത്തും നിമിത്തഭാവം വരികയാണെങ്കിൽ മറ്റെല്ലാ ഗുണങ്ങളും സഹജമായി വരിക സാധ്യമാണ്. കാരണം നിമിത്തഭാവത്തിൽ ഞാനെന്ന ഭാവം ഇല്ല. ഞാനെന്ന ഭാവം തന്നെയാണ് ചഞ്ചലതയിൽ കൊണ്ടുവരുന്നത്. നിമിത്തമാകുന്നതിലൂടെ ഞാനെന്ന ഭാവവും ഇല്ലാതായി നിന്റേത് എന്നാകുന്നു. സഹജയോഗിയായി മാറുന്നു. അപ്പോൾ എല്ലാവർക്കും ദാദിമാരോട് സ്നേഹമുണ്ട്, ബാബ് ദാദയോട് സ്നേഹമുണ്ട്. അപ്പോൾ സ്നേഹത്തിൻ്റെ റിട്ടേൺ ആണ് വിശേഷതകളെ സമാനമാക്കണം. അപ്പോൾ ഇങ്ങനെയുള്ള ലക്ഷ്യം വയ്ക്കൂ, വിശേഷതകളെ സമാനം ആക്കണം. ആരിലും ഏതെങ്കിലും വിശേഷത നോക്കൂ, വിശേഷതയെ ഫോളോ ചെയ്യൂ. ആത്മാവിനെ ഫോളോ ചെയ്യുന്നതിൽ 2ഉം കാണപ്പെടും. വിശേഷതയെ നോക്കൂ, അതിൽ സമാനമാകൂ. ശരി. വരദാനം. നിശ്ചയത്തിൻ്റെ അഖണ്ഡ രേഖയിലൂടെ നമ്പർ 1 ഭാഗ്യം ഉണ്ടാക്കുന്ന
വിജയത്തിൻ്റെ തിലകധാരിയായി ഭവിക്കട്ടെ. ആരാണോ നിശ്ചയബുദ്ധിയുള്ള കുട്ടികൾ, അവർ ഒരിക്കലും എങ്ങനെ അഥവാ ഇങ്ങനെ എന്നതിൻ്റെ വിസ്താരത്തിൽ പോകുന്നില്ല. അവരുടെ നിശ്ചയത്തിൻ്റെ മുറിയാത്ത രേഖ അന്യ ആത്മാക്കൾക്കും സ്പഷ്ടമായി കാണപ്പെടുന്നു. അവരുടെ നിശ്ചയത്തിൻ്റെ രേഖയുടെ ലൈൻ ഇടയ്ക്കിടയ്ക്ക് ഖണ്ഡിതമാകുന്നില്ല. ഇങ്ങനെയുള്ള രേഖയുള്ളവരുടെ മസ്തകത്തിൽ, അതായത് സ്മൃതിയിൽ, സദാ വിജയത്തിൻ്റെ തിലകം കാണപ്പെടും. അവർ ജനനം മുതൽ തന്നെ സേവനത്തിൻ്റെ ഉത്തരവാദിത്വത്തിൻ്റെ കിരീടധാരിയായിരിക്കും. സദാ ജ്ഞാനരത്നങ്ങൾ കൊണ്ട് കളിക്കുന്നവരായിരിക്കും. സദാ ഓർമ്മയുടെയും സന്തോഷത്തിൻ്റെയും ഊഞ്ഞാലിലാടിക്കൊണ്ട് ജീവിതം കഴിച്ചുകൂട്ടുന്നവർ ആയിരിക്കും. ഇതുതന്നെയാണ് നമ്പർ 1 ഭാഗ്യത്തിൻ്റെ രേഖ. സ്ലോഗൻ: ബുദ്ധിയാകുന്ന കമ്പ്യൂട്ടറിൽ ഫുൾ സ്റ്റോപ്പിൻ്റെ ചിഹ്നം വരിക എന്നാൽ പ്രസന്ന ചിത്തരായിരിക്കുക എന്നർത്ഥം. അവ്യക്ത സൂചന: ഏകാന്തപ്രിയരാകൂ, ഏകതയും ഏകാഗ്രതയും സ്വായത്തമാക്കൂ. അനേകം ഭാഗത്തു നിന്നും ആരുടെ ബുദ്ധിയോഗം മുറിഞ്ഞിട്ടുണ്ടാകുമോ അവർ ഏകാന്തപ്രിയരായിരിക്കും. ഒന്നിന് മാത്രം പ്രിയമായിരിക്കുകയും ചെയ്യും. ഒന്നിന് പ്രിയമാകുന്നത് കാരണം ഒന്നിൻ്റെ ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നു. അനേകരുടെ പ്രിയരാകുന്നത് കാരണം ഒന്നിൻ്റെ ഓർമ്മയിലിരിക്കാൻ സാധിക്കുന്നില്ല. അനേകം ഭാഗത്തു നിന്നും ബുദ്ധിയോഗം മുറിഞ്ഞിട്ടുണ്ടാകണം, ഒരു ഭാഗത്ത് യോജിച്ചിട്ടുണ്ടാകണം. അതായത് ഒന്നല്ലാതെ രണ്ടാമതാരുമില്ല. ഇങ്ങനെയുള്ള സ്ഥിതിയുള്ളവർ ആരായിരിക്കുമോ അവർക്ക് ഏകാന്തപ്രിയരാകാൻ സാധിക്കുന്നു. സൂചന: ഇന്ന് അന്താരാഷ്ട്ര യോഗ ദിവസം 3-ാമത്തെ ഞായറാഴ്ചയാണ്. വൈകിട്ട് 6:30 മുതൽ 7:30 വരെ എല്ലാ സഹോദരീ സഹോദരന്മാരും സംഘടിത രൂപത്തിൽ ഒത്തുകൂടി യോഗാഭ്യാസത്തിൽ ഈ ഒരു ശുഭസങ്കല്പം നടത്തണം. ആത്മാവായ എന്നിലൂടെ പവിത്രതയുടെ കിരണങ്ങൾ പുറപ്പെട്ട് മുഴുവൻ വിശ്വത്തെയും പാവനം ആക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ മാസ്റ്റർ പതീത പാവനിയായ ആത്മാവാണ്. ഓം ശാന്തി. യോഗത്തിൻ്റെ അഭ്യാസം. എൻ്റെ ബാബ എന്ന സങ്കല്പത്തിൽ ശിവബാബയുടെ സമീപത്തായി ഞാൻ സ്ഥിതി ചെയ്യുന്നു. ആത്മജ്യോതിയും പരമാത്മാ ജ്യോതിയുമായുള്ള ഈ മഹാമിലനത്തിലൂടെ ഞാൻ പരമാത്മാ സ്നേഹത്തിൽ ലൗലീൻ ആകുന്നു. സർവ വരദാനങ്ങളും അടങ്ങിയ ഈ പരമാത്മാ സ്നേഹം എന്നെ എൻ്റെ സദോഗുണി സംസ്കാരങ്ങളെ പ്രത്യക്ഷമാക്കുന്നു. സമാന സ്വരൂപമാക്കി മാറ്റുന്നു. ശക്തിശാലി സ്ഥിതി നിലനിർത്തി ഞാൻ മസ്തക സിംഹാസനത്തിൽ വിരാജിക്കുന്നു.
വിശ്വമാകെ ശക്തിശാലി തരംഗങ്ങൾ വ്യാപിപ്പിക്കുന്നു.